ഇദ്ദേഹമാണ് സൈലന്റ് വാലിയിലെ രാജാവായ സിംഹവാലൻ കുരങ്ങ്. വംശനാശ ഭീഷണി നേരിടുന്ന ഈ സിംഹവാലൻ കുരങ്ങുകളെ സൈലന്റ് വാലിയിൽ ഉടനീളം കാണാവുന്നതാണ്. ഇനി നമുക്ക് KSRTCയുടെ ടൂർ പാക്കേജിൽ സൈലന്റ് വാലി കാണാൻ പോയാലോ? വരൂ, നമുക്ക് KSRTC പാലക്കാട് സ്റ്റാൻഡിൽ നിന്നും തുടങ്ങാം. പാലക്കാട് KSRTC സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ 6 മണിക്ക് പുറപ്പെട്ടു. ഇപ്പോൾ ഒലവക്കോട് എത്തി. ഒലവക്കോട് നിന്ന് ഇനി മുണ്ടൂർ, മണ്ണാർക്കാട് വഴിയാണ് പോകുന്നത്. പാലക്കാട് നിന്നും സൈലന്റ് വാലി വരെ ഉദ്ദേശം 80 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മൾ മണ്ണാർക്കാട് എത്തി ആനക്കട്ടി റോഡിലേക്ക് തിരിഞ്ഞു. വലത്തോട്ട് തിരിയണം. പാലക്കാട്ടിൽ നിന്ന് വരുമ്പോൾ മണ്ണാർക്കാട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ആനക്കട്ടി റോഡായി. അവിടേക്ക് തിരിഞ്ഞ് നമ്മൾ മുക്കാലി ഡയറക്ഷനിൽ പോകുന്നു. അട്ടപ്പാടിയിലേക്ക് പോവുകയാണ്. വലിയ കാര്യമായ കയറ്റമൊന്നുമില്ലാത്ത ഒരു ഹെയർ പിൻ ബെൻഡ് എല്ലാമുള്ള ഒരു ഘട്ട് റോഡാണ് മണ്ണാർക്കാട്ട് നിന്ന് മുക്കാലി വരെ. ഇതിൽ അട്ടപ്പാടി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലമല്ല. അട്ടപ്പാടി ഒരു ഏരിയയുടെ മൊത്തം പേരാണ്. അതിൽ തന്നെ മുക്കാലിയുണ്ട്, അഗളിയുണ്ട്, കോട്ടത്തറയുണ്ട്. ഡിഫറെൻറ്റ് സെൻറ്റേഴ്സാണ്. അപ്പോൾ അതിൽ നമ്മൾ മുക്കാലിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. മുക്കാലിയിൽ നിന്നാണ് സൈലന്റ് വാലിയിലേക്ക് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് പോകുന്നത്. മുക്കാലി ജംഗ്ഷനിൽ നിന്നും നേരെ പോയാൽ നമ്മൾ ആനക്കട്ടി റൂട്ടിലെത്തും. ആനക്കട്ടിയിൽ നിന്ന് നേരെ പശ്ചിമഘട്ടം ക്രോസ് ചെയ്ത് നമുക്ക് കോയമ്പത്തൂർ സിറ്റിയിലെത്താൻ പറ്റും. KSRTCയുടെ ബജറ്റ് ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ബസ് സർവീസ് നടത്തുന്നത്. പെർ ഹെഡ് 1500 രൂപയാണ് സൈലന്റ് വാലി ട്രിപ്പിനുള്ള ചാർജ്. ഫുഡ്, അതർ എൻട്രി ചാർജസ് എല്ലാം ഈ പറഞ്ഞ റേറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മളിപ്പോൾ ആനമൂളി എന്ന ഒരു സ്ഥലത്ത് കൂടെയാണ് കടന്നു പോകുന്നത്. ഈ ട്രിപ്പ് കാലത്ത് 6 മണിക്ക് പാലക്കാട് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 6:30 പാലക്കാട്ട് തന്നെ തിരിച്ചെത്തുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങ് ദൂരെ അട്ടപ്പാടി മലനിരകൾ കുറേശ്ശെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വളഞ്ഞു പൊളഞ്ഞ റോഡാണ്. റോഡ് വലിയ ഗംഭീരം എന്ന് പറയാനില്ല. ഈ സൈലന്റ് വാലിയിലേക്ക് പോകുമ്പോൾ അട്ടപ്പാടിയിലെ മുക്കാലി എന്ന സ്ഥലം വരെ മാത്രമേ KSRTC ബസ്സോ ബാക്കി പ്രൈവറ്റ് വാഹനങ്ങളോ എലൗഡ് ഉള്ളൂ. അവിടെ നിന്നും മുന്നോട്ട് പോകണമെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജീപ്പിൽ വേണം പോകാൻ. ടൂറിസ്റ്റുകളുടെ കുത്തൊഴുക്കിൽ നിന്ന് സൈലന്റ് വാലി കാടുകളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ റെഗുലേഷൻസ് എല്ലാം ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സൈലന്റ് വാലിയുടെ കോർ ഏരിയ 89 സ്ക്വയർ കിലോമീറ്ററും ബഫർ ഏരിയ 148 സ്ക്വയർ കിലോമീറ്ററും ആണ്. അങ്ങനെ മണ്ണാർക്കാട് മുക്കാലി റൂട്ടിൽ 10ാം വളവ് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിൽ ഞങ്ങൾ എത്തി. എല്ലാവരും ബസ്സിൽ നിന്ന് പുറത്തേക്കിറങ്ങി മനോഹരമായ സീനറി ആസ്വദിക്കുന്നു. ധാരാളം ഫോട്ടോ ഷൂട്ടിങ്സ് നടക്കുന്നുണ്ട്. നല്ല സീനറി ആയിരുന്നു ഇവിടുന്ന്. ഞങ്ങളൊരു 5 മിനിറ്റ് അവിടെ ചിലവഴിച്ചു. ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു, സീനറിയുടെ ഫോട്ടോകളെല്ലാം എടുത്തു. പ്രൈവറ്റ് വാഹനങ്ങളും ഈ വളവിൽ വന്നിട്ട് നിർത്താറുണ്ട്, കാഴ്ച കണ്ട് പോകാറുമുണ്ട്. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു സമയമായിരുന്നു. ബസ് മുക്കാലി ജംഗ്ഷനിലെത്തി. ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരുന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടും കടലയുമായിരുന്നു
ബ്രേക്ക്ഫാസ്റ്റിനെ അവർ ഒരുക്കിയിരുന്നത്. അത് ആ ഫോൺ ചെയ്തുകൊണ്ട് നടന്നു വരുന്നത് ഞങ്ങളുടെ വണ്ടിയിലെ ഡ്രൈവർ പ്രസാദ് സാറാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ മുക്കാലിയിലെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് യാത്ര തിരിച്ചു. ഈ കാണുന്നതാണ് മുക്കാലി ജംഗ്ഷൻ. KSRTC ബസ് ഇവിടം വരെ മാത്രമേ വരികയുള്ളൂ. ഇനി ഫോറസ്റ്റ് ഓഫീസുകാർ അറേഞ്ച് ചെയ്യുന്ന ജീപ്പിൽ വേണം മുന്നോട്ടുള്ള യാത്ര. ജീപ്പിൽ കയറുവാനുള്ള സൗകര്യത്തിനായി ഞങ്ങളെ 6 പേര് അടങ്ങുന്ന ഗ്രൂപ്പുകളാക്കി തിരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സ്ഥലത്ത് നിന്ന് ഉദ്ദേശം 100 മീറ്റർ ദൂരമേ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഉള്ളൂ. KSRTCയിലെ കണ്ടക്ടർ സിന്ധു മാഡം തന്നെയാണ് ഈ ടൂർ കോർഡിനേറ്റർ. കാക്കി ഷർട്ട് പണിഞ്ഞ് നിൽക്കുന്ന ഇവരാണ് സിന്ധു മാഡം. ഇവർ രണ്ടുപേരാണ് ഞങ്ങളുടെ ഫോട്ടോ അല്ല വീഡിയോ ആണ്. ഇവർ രണ്ടുപേരാണ് ഞങ്ങളുടെ KSRTCയിലത്തെ സാരഥികൾ. ഇത് സിന്ധു, പ്രസാദ് ഡ്രൈവറും കണ്ടക്ടറും. വളരെ നല്ല രീതിയിൽ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എത്ര കാലമായി ഇപ്പോൾ ഇതിൽ വന്നിട്ട് ഈ ട്രിപ്പിൽ? 3-4 വർഷമായി അല്ലേ? നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. നല്ല സ്തുത്യർഹമായ സേവനങ്ങളാണ് ഇവർ. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഞങ്ങൾ 6 പേർ ഞങ്ങൾക്കായി അലോട്ട് ചെയ്ത ജീപ്പിൽ കയറിയിരുന്നു സൈലൻറ്റ് വാലി യാത്രയ്ക്കായി. അങ്ങനെ മുക്കാലിയിൽ നിന്നും സൈലൻറ്റ് വാലിയിലേക്ക് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. മൊത്തം 22 കിലോമീറ്റർ വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്യണം. അതിൽ 20 കിലോമീറ്ററും ബഫർ സോണിൽ കൂടെയാണ്. 2 കിലോമീറ്റർ താഴെയേ ആക്ച്വൽ കോർ ഫോറസ്റ്റിലൂടെ യാത്രയുള്ളൂ. ആ പോസ്റ്റിന് പുറകിൽ ദൂരെ കാണുന്ന ഒരു കുന്നുണ്ടല്ലോ, അതാണ് മല്ലീശ്വരൻ മുടി എന്നറിയപ്പെടുന്ന ആദിവാസികളുടെ പുണ്യഭൂമി. ആദ്യത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഫോറസ്റ്റുകളെല്ലാം സെമി എവർഗ്രീൻ വിഭാഗത്തിൽപ്പെട്ടതാണ്. അവസാനം എത്തുമ്പോഴേ എവർഗ്രീൻ ഫോറസ്റ്റിലെ ആക്ച്വൽ എത്തുന്നുള്ളൂ. മുക്കാലിയിലെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും പുറപ്പെടുന്ന ജീപ്പുകളുടെ എല്ലാം ഒരു പ്രത്യേകത പറയാനുള്ളത്, അതിലെ ഡ്രൈവർമാരെല്ലാവരും തന്നെ നല്ല ഒരു ഗൈഡ് കൂടി ആയിരിക്കും. അവർക്ക് സ്പെഷ്യൽ കോച്ചിങ് എല്ലാം അതിന് കൊടുത്തിട്ടുണ്ട്. നന്നായി കാര്യങ്ങൾ വിവരിച്ചു തരും. ഈ സൈലൻറ്റ് വാലിയെക്കുറിച്ചുള്ള നല്ല വിവരണം നമുക്ക് അവരുടെ പക്കൽ നിന്ന് കിട്ടും. ഞങ്ങളുടെ ഡ്രൈവറുടെ പേര് സജി തോമസ് എന്നാണ്. വളരെ നല്ല രീതിയിൽ പറഞ്ഞു തരുന്ന ഒരു ആളാണ് സജി തോമസ്. ഞങ്ങൾക്ക് വളരെയധികം വിവരങ്ങൾ അദ്ദേഹം പകർന്നു തന്നു. 2 സൈഡിലുമുള്ള പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ മന്ദം മന്ദം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജീപ്പ് പോകുന്ന റോഡ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതിനൊരു പ്രത്യേകതയുണ്ട്, സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതായത് ജീപ്പിൻ്റെ ടയർ നീങ്ങാനുള്ള അത്ര വീതിയിൽ മാത്രം കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. ബാക്കിയൊക്കെ അതേമാതിരി വിട്ടിരിക്കുകയാണ്. അതായത് വനത്തിന് മിനിമം ആഘാതം ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ വഴി പോലും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കൃഷി, വൈദ്യുതി, കുടിവെള്ളം, ഇലക്ട്രിസിറ്റി എല്ലാം. ദൂരെ താഴേക്ക് നോക്കിയാൽ ഒരു കൂട്ടം വീടുകൾ കാണാം. അതാണ് ആദിവാസി ഊര്. 20 മുതൽ 100 വരെ വീടുകൾ ഒരു ഊരിൽ ഉണ്ടാവും. സൈലൻറ്റ് വാലി സൈരന്ധ്രി വനം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്.
അതിൻ്റെ ഒരു ഉത്ഭവം ഹിന്ദു പുരാണങ്ങളിലുള്ള വനവാസകാലത്ത് സൈരന്ധ്രിയായിട്ട് പഞ്ചപാണ്ഡവന്മാർ ആക്ട് ചെയ്തിരുന്നു. ആ ഒരു ഓർമ്മയിൽ നിന്നാണ് ഇവിടെ ആയിരിക്കും അവർ കഴിഞ്ഞിട്ടുണ്ടാവുക. ആ ഓർമ്മയിൽ നിന്നാണ് അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം. മറ്റൊന്ന്, ചീവീടുകളുടെ ഒച്ച തീരെ ഇല്ലാത്ത ഒരു വനപ്രദേശമാണ് സൈലൻറ്റ് വാലി. അതുകൊണ്ട് സൈലൻ്റ് ആയിട്ടുള്ള വനം എന്ന രീതിയിലും സൈലൻറ്റ് വാലി എന്ന പേര് വന്നിരിക്കാം. ഇന്ത്യയിലെ 106 നാഷണൽ പാർക്കുകളിൽ ഒന്നാണ് സൈലൻറ്റ് വാലി. ഇത് ഒരു സെൻട്രൽ ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആണ്. സൈലന്റ് വാലി ഒരു ബയോഡൈവേഴ്സിറ്റിയാണ്. ജന്തു സസ്യ ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ്. എല്ലാ സ്പീഷീസുകളുടെ ഒരു ജീൻ പൂളാണ്. ഓരോ നാഷണൽ പാർക്കും ഒരു പർട്ടിക്കുലർ സ്പീഷീസിന് പ്രാധാന്യം കൊടുക്കും. സൈലൻറ്റ് വാലി അതുമാതിരി പ്രാധാന്യം കൊടുത്ത സ്പീഷീസാണ് സിംഹവാലൻ കുരങ്ങുകൾ. അതിന് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. 1985 ഈ നാഷണൽ പാർക്ക് ഇനോഗ്രേഷൻ നടത്തിയത്. പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഇടയിലൊരു സ്ഥലത്തെ എല്ലാ ജീപ്പുകളും നിർത്തിയിട്ടു. ഇതാണ് ചുരുളി മരം. ബ്രൗൺ കളറിൽ കാണുന്ന മരം ചുരുളി മരം. ഇതിൻ്റെ വഴിയിൽ നിന്ന് മാറുന്നത് ജീപ്പ് വരണ്ടേ? ഇതാണ് ഞങ്ങൾ സൈലൻറ്റ് വാലിയിലേക്ക് പോകുന്ന ജീപ്പിൻ്റെ ഡ്രൈവർ സജീവ്. എത്ര കാലമായി ഇവിടെ പെരുമാറ്റം? സിസ്റ്റത്തിൽ 2009 മുതലാണ് ഈ സിസ്റ്റത്തിൽ ഓടിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് നമ്മൾ സ്റ്റാൻഡിൽ വന്ന് വിളിക്കും വിസിറ്റ് ആൾക്കാർ. നമ്മൾ അന്നേരം റെന്റ് പറഞ്ഞ് ഇങ്ങോട്ട് പോരും. പേര് സജി തോമസ്. ഞങ്ങൾ 20 ജീപ്പ് ഇവിടെ ഈ സിസ്റ്റത്തിൽ ഓടുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റിന്റെ ബസ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടുത്തെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടോ? ഓ, 100%. ഓക്കെ, താങ്ക് യു. വെൽക്കം. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ശരിയായിട്ടുള്ള നാച്ചുറൽ ഫോറസ്റ്റ് കൂടിയാണ്. അതായത് മനുഷ്യന്മാർ നട്ടുവളർത്താതെ വന്യമായി വൃക്ഷങ്ങൾ വളരുന്ന സ്ഥലം. ഇനി അടുത്തതായി കുന്തിരിക്കം മരം കാണാം. ഒരു വൃക്ഷത്തിൻ്റെ പശയാണ് അത്. ഇതാ കണ്ടോ, ഈ കാണുന്നതാണ് കുന്തിരിക്കം മരത്തിൻ്റെ പശ ഒലിച്ചു വരുന്നത്. കണ്ടില്ലേ? കൈ നിൽക്കുന്ന കാട്ട് കവുങ്ങ് നിൽക്കുന്നുണ്ടോ? കവുങ്ങിന്റെ മാതിരി നിൽക്കുന്നുണ്ടോ? കവുങ്ങിന്റെ മാതിരി നിൽക്കുന്നുണ്ട്. അതൊരു 6 സൈസ് വരുന്നുണ്ട്. അടയ്ക്കാമരം പോലെ വരും. ഇതാ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് വനത്തിനുള്ളിലെ ചെറിയ ഒരു വെള്ളച്ചാട്ടം. വളരെ തണുത്തതും ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് അതുള്ളത്. നന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ കൈ മുഖമൊക്കെ കഴുകി കുളിക്കുക എന്തെങ്കിലും ചെയ്യാം. ഇവിടുത്തെ താഴത്തെ ക്വാർട്ടേഴ്സുകളിലെല്ലാം കുടിവെള്ള ആവശ്യത്തിനും ഈ വെള്ളം തന്നെയാണ് പൈപ്പുകളിലൂടെ ശേഖരിച്ച് കൊടുത്തുവിടുന്നത്. ഇതൊക്കെ നമുക്കൊക്കെ അപൂർവമാണ്, ഇങ്ങനത്തെ ഇത്രയും ശുദ്ധമായിട്ടുള്ള വെള്ളമൊക്കെ കുടിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങളവിടെ എല്ലാവരും നല്ലപോലെ ആസ്വദിച്ചു ആ വെള്ളച്ചാട്ടത്തിൻ്റെ കുളിർമയും. റോസ്, ചുവപ്പ്, മഞ്ഞ, ഇളംപച്ച, കടുംപച്ച. അത് പൂവെന്നാണ് അതിന്റെ പേര്. പൂവം, കാട്ടുപൂവം. പൂ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് അതിന് പൂവെന്ന് പറയുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് പൂവാന്ന് തോന്നുന്നു.
ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പച്ചയാണ്. അത് ശരി. ഇപ്പൊ നമ്മൾ ആ വാച്ച് ടവറിൽ കയറി. ഇത് സൈലന്റ് വാലി ഫോറസ്റ്റിൻ്റെ ഒരു പ്രത്യേക ഏരിയയാണ്, ബോർഡറാണ് ഇത്. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ 2 തരം ചെരുവുകളാണ്. ഇടത്തെ സൈഡിലേക്കുള്ള ചെരുവിൽ കൂടെ വെള്ളം വന്നു കഴിഞ്ഞാൽ അതങ്ങനെ കുന്തിപ്പുഴ വഴി ഒഴുകി പൊന്നാനിയിൽ കടലിൽ ചെന്ന് ചേരും. വലത്തെ സൈഡിലുള്ള ചെരുവിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ആ വെള്ളം നേരെ ഭവാനി പുഴ വഴി തമിഴ്നാട്ടിലൂടെ കാവേരിയിലൂടെ ഒഴുകി ശീർഗഴി എന്ന സ്ഥലത്ത് നിന്നിട്ട് കടലിൽ ചേരും. അപ്പോൾ വെരി ഇൻട്രസ്റ്റിംഗ്. ഒരേ സ്പോട്ടിൽ നിന്ന് 2 ദൂരെ കിടക്കുന്ന 2 കടലിലേക്കാണ് വെള്ളം ഒഴുകുന്നത്. മുന്നിൽ കാണുന്ന കമാനമാണ് സൈലന്റ് വാലിയിലേക്കുള്ള എൻട്രി പോയിന്റ്. അവിടെ നിന്നോളൂ. രണ്ടുപേരാണെങ്കിൽ അങ്ങനെ നിന്നോളൂ. എല്ലാവരും ഫോട്ടോ എടുക്കാൻ നിൽക്കണ്ടേ? വേഗം വരൂ. മേപ്പട്ടിക്ക് നോക്കി നിൽക്കണത് എടുക്കുന്നല്ലേ? അതായത് കുരങ്ങനെ കിട്ടിയില്ലെങ്കിൽ കുരങ്ങനെ നോക്കണ ആളെ കിട്ടിയാൽ മതിയല്ലോ. കഷ്ടം. ഇപ്പോൾ നമ്മൾ സൈലന്റ് വാലി എൻഡ് പോയിന്റിൽ എത്തി. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ താഴേക്ക് ഇറങ്ങിയാൽ കുന്തിപ്പുഴയിൽ നമുക്ക് കാണാം, കുന്തിപ്പുഴയിലെത്താം. പിന്നെ മറ്റൊരു സംഗതി ഉള്ളത് ഈ വാച്ച് ടവറാണ്. 30 മീറ്റർ ഉയരത്തിലുള്ള ഒരു വാച്ച് ടവർ ഉണ്ട് ഇവിടെ. ഈ 2 കാര്യങ്ങളാണ് ഇവിടുത്തെ അട്രാക്ഷൻ. ഇതാണ് കുന്തിപ്പുഴയിലേക്ക് ഇറങ്ങാനുള്ള വഴി. സാമാന്യം ദുർഘടം പിടിച്ച വഴി തന്നെയാണ്. ഞങ്ങളേതായാലും ഒരു 100 മീറ്റർ പോയി താഴത്തേക്ക് ഇറങ്ങി അവിടെ ഒരു ടീ ഷോപ്പുണ്ട്. അവിടെ ഒരു ചായയും കുടിച്ച് ഇരുന്ന് തിരിച്ച് മുകളിലേക്ക് തന്നെ കയറി. ഈ കാണുന്നതാണ് ആ വാച്ച് ടവർ. ഞാനൊക്കെ കുന്തിപ്പുഴ എന്തോ ഉണ്ട് എന്ന് വിചാരിക്കും. നമ്മൾ പോണ്ട പറഞ്ഞാലും അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലേ. 30 മീറ്ററാണ് ഈ വാച്ച് ടവറിൻ്റെ ഉയരം. ഓരോ 10 മീറ്ററിലും ഒരു പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുണ്ട് ആളുകൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. 124 സ്റ്റെപ്പ് കയറിയാലാണ് ടോപ്പിലേക്ക് എത്തുള്ളൂ. ഇതിൻ്റെ മുകളിൽ കയറിയാൽ നല്ല ഇത് ഫസ്റ്റ് സ്റ്റേജിൽ നിന്നുള്ള ദൃശ്യമാണ്. സൈലന്റ് വാലിയിലെ ചുറ്റുപാട് 360 ഡിഗ്രിയിൽ നമുക്ക് സൈലന്റ് വാലിയുടെ ഭൂപ്രദേശം വൃത്തിയായിട്ട് കാണാൻ പറ്റും. കുത്തനെയുള്ള സ്റ്റെപ്പാണെങ്കിലും വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. നെറ്റെല്ലാം ഇട്ടിട്ടുണ്ട്. 2 സൈഡിലും സ്റ്റീലിൻ്റെ റോഡ് കൈ പിടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൈയും നല്ല മുറുക്കെ പിടിച്ചു കഴിഞ്ഞാൽ കാലിന് കുറച്ച് ആയാസം കിട്ടും. അങ്ങനെ കുറച്ച് സൂക്ഷിച്ചാൽ കയറാവുന്നത് തന്നെയേ ഉള്ളൂ. ഇതിപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ നിന്നുള്ള കാഴ്ചയാണ്. അതായത് 20 മീറ്ററിൽ പല ലെവലിലുള്ള കുന്നുകളാണില്ലേ, ദൂരത്ത് കിടക്കുന്നതും അടുത്ത് കിടക്കുന്നത് പച്ചയായിട്ട് കാണും. ദൂരം കൂടുന്തോറും എല്ലാം പച്ചയാണെങ്കിൽ തന്നെ കളർ വ്യത്യാസം വരും ആ ഒരു ദൂരത്തു നിന്നുള്ള കാഴ്ച. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പലതരം കളറുള്ള മലകൾ കിടക്കുന്ന മാതിരി തോന്നും. നല്ല ശക്തിയായിട്ടുള്ള കാറ്റാണ് ഇവിടെ വീശുന്നത്. ആ കാറ്റിൻ്റെ ശബ്ദം ആദ്യത്തിൽ കേട്ടില്ലേ, ചൂളം വിളിക്കുന്ന ശബ്ദം. ഇത് 1980s KSEBിയുടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സൈലന്റ് വാലിയിൽ. അതിന് ആ ഒരു ആവശ്യത്തിന് കിട്ടിയ ടവറായിരിക്കണം ഇത്. അത് പിന്നെ ഒരുപാട് വലിയ ബഹുജന പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടാണ് ആ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ഉപേക്ഷിച്ച് ഇത് നാഷണൽ പാർക്കാക്കിയത്. സുഗതകുമാരി ടീച്ചറൊക്കെ ഇത്തരണത്തിൽ നമുക്ക് സ്മരിക്കാം.
വ്യൂ ഫ്രം ദ ടോപ്പ്. ഇത് താഴെ ഒരു നീർച്ചാലുമാരി കാണുന്ന ഒരു ഏരിയ കണ്ടില്ലേ, അതാണ് കുന്തിപ്പുഴ ഒഴുകുന്നതാണ് ഈ കാണുന്നത് ദൂരത്ത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ. താഴത്തെത്തി അതിന് കുറച്ചും കൂടി ശക്തി ഉള്ളത് കാണാൻ പറ്റും. സൈലന്റ് വാലിയിൽ നിന്നുള്ള മടക്കം ഇറക്കം. ബൈ ബൈ സൈലന്റ് വാലി. കിട്ടില്ല സാർ, ഇറങ്ങിയിട്ടെടുത്തോ. 200 വർഷം പഴക്കമുള്ള ഒരു മുത്തശ്ശി പ്ലാവാണ് ഈ കാണുന്നത്. താഴെയുള്ള ചക്കയെല്ലാം ആന പറിച്ചു തിന്നും. ആനയേക്കാളും ഉയരത്തിലുള്ള ചക്ക മാത്രമേ അവിടെ നിലനിൽക്കുള്ളൂ. ആനയ്ക്ക് വളരെ ഇഷ്ടമുള്ള കാട്ടുകൂവ ചെടിയുടെ ഇലകളാണ് ഈ കാണുന്നത്. തിരിച്ച് മുക്കാലിയിൽ വന്ന് ഉച്ചഭക്ഷണത്തിനിരിക്കുന്നു. നല്ല സ്വാദുള്ള നല്ല ഊണായിരുന്നു. മുക്കാലിയിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള മടക്കത്തിൽ ഞങ്ങൾ കാഞ്ഞിരപ്പുഴ ഡാം കൂടി സന്ദർശിച്ചു. ഡാമിനോടനുബന്ധിച്ചുള്ള നല്ലൊരു പൂന്തോട്ടം അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും. നല്ലൊരു പൂന്തോട്ടം. പിന്നെ ഇതും KSRTCയുടെ ഈ ട്രിപ്പിൻ്റെ ഭാഗമാണ്. കാഞ്ഞിരപ്പുഴ ഡാം കാണിക്കലും. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്. നന്നായി ഡെവലപ്പ് ചെയ്തു വരുന്നൊരു പ്രൊജക്റ്റ് തന്നെയാണ്. ഒരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട് അത്. കാഞ്ഞിരപ്പുഴ ഡാം. അതിന് ചുമക്കുന്നതൊക്കെ എടുക്കാം കേട്ടോ. എന്ത് വേണമെങ്കിൽ ചെയ്യാം. അത് വീഡിയോ ആണ്. അതെ, ചിരിക്കുക കളിക്കുക എന്ത് വേണമെങ്കിൽ. സ്റ്റില്ലായിട്ട് നിൽക്കണം എന്നില്ല കേട്ടോ, വീഡിയോ ആണ്. ആ അതെ എന്ത് കാണിക്കുക. ഓക്കെ, റൈറ്റ്, താങ്ക് യു.